പാതിവില തട്ടിപ്പ് 500 കോടി രൂപയുടേത് എന്ന് സുപ്രീം കോടതി. ആരാണ് തട്ടിപ്പിന് പുറകിലെന്ന് മനസ്സിലാക്കണമെന്നും അതിന് അന്വേഷണം പൂർത്തിയാക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേസിലെ പ്രതി KN ആനന്ദകുമാറിന്റെ ജാമ്യ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നത്. അച്യുതൻ, അപ്പോൾ ഈ ഹർജികൾ പാതിവില തട്ടിപ്പ് കേസിൽ KN ആനന്ദകുമാറിന്റെ ഹർജി പരിഗണിക്കവെയാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ നോട്ടീസിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പ്രവിധ ഈ പാതിവില തട്ടിപ്പ് കേസിൽ KN ആനന്ദകുമാർ ഒരു ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ആവശ്യം തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് KN ആനന്ദകുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ അതേ കാരണങ്ങളായിരുന്നു സുപ്രീം കോടതിയിലും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. താൻ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ഈ തട്ടിപ്പുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ല എന്ന് അദ്ദേഹത്തിന്റെ ഹർജിയിൽ ഉന്നയിക്കുകയുണ്ടായി. എന്നാലും ഇന്ന് ഈ ഹർജി പരിഗണനയ്ക്ക് എത്തിയ ഘട്ടത്തിൽ കോടതി ചോദിച്ചത് ഈ 500 കോടിയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഇത് ആരാണ് ഈ തട്ടിപ്പിന് പുറകിൽ എന്നത് മനസ്സിലാക്കണം. തട്ടിപ്പ് കൊണ്ട് ആർക്ക് ഗുണമുണ്ടായി എന്നത് കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ ഇതിലൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ താൻ അസുഖബാധിതനാണ് എന്ന ആനന്ദകുമാറിന്റെ ആ വാദത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിന് ഈ ഹർജിയിൽ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. അടുത്ത ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും തുടർ നടപടികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.